മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ പോയി എത്രയും പെട്ടെന്ന് കരുണമോളെ വിളിച്ചുകൊണ്ട് പോവാ. മഹാലക്ഷ്മി ഇവിടുന്ന് പോയിന്ന് പറഞ്ഞാൽ കരുണമോള് ഉറപ്പായിട്ടും വരുമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇപ്പോൾ വിളിച്ച് കരുണയോടൊന്നും പറയണ്ട, ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് പോണേ. എന്തായാലും ഇപ്പോൾ തന്നെ അവൾ എൻ്റെ കൂടെ വരും, ആ കാര്യത്തിലൊന്നും അമ്മയ്ക്കൊരു സംശയം വേണ്ടാന്ന് പറഞ്ഞ് ഉണ്ണി പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ പ്രതാപനോട് ഈ മേഘനാഥൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടതും പ്രതാപന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അവളിപ്പോൾ എവിടെയാടാ, അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമ്പം, അതൊന്നും എനിക്കറിയില്ല എങ്കിൽ കമലേശ്വരത്തേക്ക് കണ്ണൻ അവളെ കൊണ്ടുപോയിട്ടില്ല, പിന്നെ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ അനന്തുവും ലേഖയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണും. ഇനി അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തു ആണോ എന്നും എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവനും ഒരു കുഞ്ഞായി ഇവൾക്കും ഒരു കുഞ്ഞായി. എന്തായാലും എൻ്റെ മോളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു, ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിന് കമലേശ്വരത്ത് റാണിയെപ്പോലെ വാഴാലോ എന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ അങ്കിളിന് ഇനിയും സംശയമുണ്ടോ? ഇനി എന്തായാലും കണ്ണൻ മഹാലക്ഷ്മിയെ അവൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടൂല. ആരെങ്കിലും ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊറുക്കുന്നവനല്ല കണ്ണൻ. അവൻ്റെ സ്വഭാവം ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി കമലേശ്വരത്തിന് ആകെ ഒരേ ഒരു മരുമകളെ ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ കരുണയായിരിക്കും. കരുണയോട് റെഡിയായി നിൽക്കാൻ പറ കമലേശ്വരത്തേക്ക് പോകാൻ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതിന് ഉണ്ണി വിളിക്കാൻ വരുവോടെ മേഘ എന്ന് ചോദിക്കുമ്പം, അതെനിക്കറിയില്ല, വരുമായിരിക്കും. എന്തായാലും തൽക്കാലം അങ്കിളിനോട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും മോളോടും ഇത് പറയണം. ആ മോഹിനിയുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടിയും കൂടെ കൊടുക്കണം. അവൾക്ക് എന്തായിരുന്നു അവളുടെ മോളെക്കുറിച്ച് ഒരു അഹങ്കാരം. മോളും മരുമകനും ഭയങ്കര കാശുകാരായതോടുകൂടി അവൾക്ക് ഞങ്ങളെയൊന്നും പേടിയില്ലാണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും അവൾ എൻ്റെ മുന്നിൽ പഴയതുപോലെ പൂച്ച കണക്ക് പതുങ്ങിയിരുന്നോളും. അവളുടെ മോളെ അവളുടെ മരുമകൻ ഉപേക്ഷിച്ചല്ലോ, ഇനി അവൾക്ക് സ്വത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ കരുണയുടെ മുത്തശ്ശിയും ഇങ്ങനെ മുൻവശത്തിരുന്ന് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ കാറ് കാണുന്നത്. ഉണ്ണിയുടെ കാറ് കണ്ടതും കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അയാൾ എന്തിനാ മുത്തശ്ശി ഇപ്പം ഇങ്ങോട്ട് വന്നേക്കണേ? ഞാൻ പറഞ്ഞതല്ലേ ഇനി അയാളോട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്, എന്നിട്ട് നാണമില്ലാതെ അയാൾ വന്നേക്കണു. എന്തായാലും അവൻ വന്നതല്ലേ മോളെ, അവൻ എന്തിനാ വന്നതെന്ന് നമുക്ക് ചോദിക്കാമെന്ന് പറയുമ്പം, അത് മുത്തശ്ശി എന്നെ ചോദിച്ചാൽ മതി, എനിക്ക് അയാളുടെ മുഖം കാണാൻ തന്നെ ഇഷ്ടമല്ല, ഞാൻ വല്ലതും പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് കലിതുള്ളി ഈ കരുണയാണെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിക്ക് ഈ കരുണ പോണ കാണുമ്പോൾ തന്നെ ഒരു വിഷമമാവുന്നുണ്ട്. എന്നാലും ഞാൻ പറയാൻ പോകുന്ന വാർത്ത കേൾക്കുമ്പോൾ എന്തായാലും കരുണയ്ക്ക് സന്തോഷമാവും. അവളുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു സന്തോഷം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിന്ന് എൻ്റെ കൂടെ കമലേശ്വരത്തേക്ക് വരികയും ചെയ്യുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഉണ്ണി വരുന്നുണ്ട്. ഉണ്ണി നല്ല ചിരിച്ചുകൊണ്ടാണ് വന്നത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ നല്ല സന്തോഷത്തിലാലോ ഇന്ന് വന്നത്, ഇനിയിപ്പോൾ കരുണമോളെ വേണ്ടാന്ന് പറയാൻ മഞ്ഞാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഈ ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി അച്ഛനില്ല ഇവിടെയെന്ന്. ആ സമയത്ത് ഇല്ലടാ, പ്രതാപൻ പുറത്തേക്ക് പോയേക്കുക, എന്താ നീ വന്നേ? കരുണമോൾക്കുടെ ദേഷ്യമൊന്നും ഇതുവരെ മാറിയിട്ടില്ല, നീ അന്ന് എന്ത് പണിയാണ് കാണിച്ചേ? അവളെയും കൊണ്ട് മേടിപ്പിച്ച നെക്ലസ് എന്തിനാണ് നീ കരുണമോൾക്ക് കൊണ്ടുപോയി കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പം, അതൊക്കെ പോട്ടെ മുത്തശ്ശി, ഇപ്പം ഞാൻ ഭയങ്കരമായ ഒരു സന്തോഷം പറയാനും കരുണയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും വന്നേന്ന്. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് സന്തോഷം പറയാനാ? അതിന് കരുണമോൾ നിൻ്റെ കൂടെ ഇനി കമലേശ്വരത്തേക്ക് വരില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഈ ഒരു സന്തോഷ വാർത്ത കേട്ട അവൾ എന്തായാലും വരും, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല എന്ന്. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് സന്തോഷം ഉണ്ണിക്കുട്ട നീ പറയാൻ പോണേന്ന് ചോദിക്കുമ്പം, അപ്പോൾ ഇവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലേ, ആ ലക്ഷ്മി ഇല്ലേ, ലക്ഷ്മീനെ കണ്ണേട്ടൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, അതെന്താണ് ഉണ്ണിക്കുട്ടാന്ന് ചോദിക്കുമ്പോൾ, അതല്ലേ ഇതിനു മുമ്പ് ഞങ്ങൾ പല പ്രാവശ്യം കണ്ണേട്ടനോട് പറഞ്ഞതാണ് അവർ ചതിക്കൂന്ന്. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു ആര് ചതിച്ചാലും അവർ ചതിക്കൂലാന്ന്. എന്നിട്ട് ഇപ്പോൾ അവർ കണ്ണേട്ടനെ നന്നായിട്ട് തന്നെ ചതിച്ചു. എന്ത് ചതിയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അവരൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവുക, അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അവരത് രഹസ്യമാക്കി വച്ചേക്കായിരുന്നു. പക്ഷേ ഇന്നാണ് ഞങ്ങൾക്കതെല്ലാവർക്കും മനസ്സിലായത്. ഒരു അമ്മയെ കൊണ്ടുവന്ന് അവരുടെ വയറ്റിൽ കുഞ്ഞുണ്ടോയെന്ന് നോക്കിയപ്പോൾ ആ അമ്മ പറഞ്ഞിരുന്നു കുഞ്ഞുണ്ടെന്ന്. എന്നിട്ടും അവരത് ഞങ്ങളോട് സമ്മതിച്ചില്ല. പിന്നീട് അതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ സ്റ്റെപ്പിൽ ഗ്രീസ് തേച്ച് അവരെ വീഴ്ത്തി. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടറാണ് പറഞ്ഞത് അവർക്ക് വിശേഷമുണ്ട്, അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. അത് കേട്ടതോടുകൂടി കണ്ണേട്ടൻ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ടെന്ന് വെച്ച് അവരെ ആസ്പത്രിയിൽ തന്നെ ഉപേക്ഷിച്ച് കണ്ണേട്ടൻ വീട്ടിലോട്ട് പോകുന്നു എന്ന്.
അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണേ, ഇത് കേട്ടാൽ എൻ്റെ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, ഈ നിമിഷം തന്നെ അവൾ കമലേശ്വരത്തേക്ക് വരുകയും ചെയ്യുമെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനി കരുണയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കമലേശ്വരത്തെ ഒരേ ഒരു മരുമകളായിട്ട് മഹാറാണിയെ കൂട്ട് കരുണയ്ക്ക് ഇനി അവിടെ ജീവിക്കാം. അതുമാത്രമല്ല, ഇനി കണ്ണേട്ടൻ്റെ സ്വത്ത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ള പേടിയും വേണ്ട, ആ സ്വത്തിന് ഏക അവകാശി ഞാനും കരുണയും മാത്രമായിരിക്കും, അതുകൊണ്ട് മുത്തശ്ശി അവളെ ഒന്ന് വിളിച്ചേന്ന്. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മ കരുണേനെ വിളിക്കാനായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ ഭക്ഷണമൊന്നും അവിടുന്ന് കഴിക്കാറില്ലാത്തതുകൊണ്ട് ദുർഗ വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം നീ അവളുടെ വാക്ക് കേട്ടല്ലേ മോനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്, ഇനി നിനക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണേന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഞാൻ ഇവിടുന്ന് തന്നെ കഴിക്കണോളൂ, എന്തായാലും ഇനിയിപ്പോൾ അയാൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ അമ്മയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അവൾ വന്ന് കയറിയതോടുകൂടി നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നീയും ഉണ്ണി മേഘന എല്ലാവരും എന്ത് സ്നേഹത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്നതാണ്, അവൾ വന്നതോടുകൂടി എല്ലാവരെയും പരസ്പരം വഴക്കാക്കി. അതുമാത്രമല്ല, കരുണമോള് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ കാരണവും ഇവള് തന്നെയാണ്. ഇവള് എപ്പോഴും കരുണമോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. കരുണമോള് ഈ ജീവിതം വേണ്ടെന്ന് വെച്ച് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്, എന്നാലല്ലേ അവൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്തായാലും കരുണമോള് നല്ല രീതിയിലാണ് ജീവിച്ചത്, ഇവളാണെങ്കിൽ ഒരു മോശപ്പെട്ട പെൺകുട്ടി. അത് വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾ തെളിയിച്ചതാണ്, അന്നേ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം കണ്ണങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരുടെ മനസ്സിൽ എത്രയധികം വിഷമാണ് ഉള്ളത്, ആ വിഷം മുഴുക്കെ ഇവരിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെ എൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചാൽ ഇനി മഹിയെ ഞാനിങ്ങോട്ട് കൊണ്ടുവരില്ലാന്നാ, അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സത്യങ്ങൾ ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കണ ഭക്ഷണം കഴിക്കണതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നു എന്നും മഹി എന്നിൽ നിന്ന് പ്രഗ്നൻ്റ് ആയെന്ന് ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും മഹീനെയും ഞങ്ങളുടെ കുഞ്ഞിനെയും കൊല്ലാനായിട്ട് ഇവർ ശ്രമിക്കും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇങ്ങനെ വീണ് മഹിക്ക് ഈ ഒരു അവസ്ഥ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നേനെ. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ അടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മഹിയുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാന്ന് ഇവർക്ക് സംശയം തോന്നിയാൽ ആ കുഞ്ഞിനെ മഹീനെ ഇല്ലാണ്ടാക്കാൻ ഇവർ നോക്കും. അതുകൊണ്ട് പരമാവധി ഇവരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, നീ അവളെക്കുറിച്ച് ഇനിയും ആലോചിച്ചിരിക്കുകയാണെന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ, ഞാൻ ആരെക്കുറിച്ചും ആലോചിക്കണില്ല, എന്നാൽ പിന്നെ അവൾക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വാങ്ങാൻ നോക്കുമെന്ന് പറയുമ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ എന്തായാലും തിരക്ക് പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അമ്മ ഏത് നേരവും എന്നോട് ഈ മഹാലക്ഷ്മിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് വരണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന്. അത് കേട്ടതും ദുർഗ മനസ്സിൽ വിചാരിക്കുന്നത് അവനക്ക് അവളോട് അത്രയ്ക്ക് ദേഷ്യമാണെന്നാണ്. പക്ഷേ കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നത് എപ്പോഴും അയാളെക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കണം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിൽ വിചാരിക്കണത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഉണ്ണീനെ കണ്ടതും എപ്പോഴാണ് മോൻ വന്നേന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വന്നുള്ളൂ അമ്മേന്ന് നല്ല സ്നേഹത്തോടു കൂടി തന്നെ ഉണ്ണി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ മോന് കുടിക്കാൻ വെള്ളം എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണയെ വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വന്നതും ഉണ്ണി ഈ വിവരങ്ങൾ കരുണയോട് പറയുന്നുണ്ട്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ അവൾ എവിടെ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല, എന്തായാലും ആസ്പത്രിയിൽ നിന്ന് അവരെ ഞങ്ങൾ കൂടെ കൂട്ടിയില്ല, കണ്ണേട്ടനെ പറഞ്ഞ് അവരെ കൂടെ കൂട്ടണ്ടാന്ന്, ഞങ്ങൾ വീട്ടിലോട്ട് വന്നു, ഇനിയിപ്പോൾ അവർ ഇങ്ങോട്ട് വരുമായിരിക്കും എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് ആരും കയറ്റുമൊന്നുമില്ല, അച്ഛനും മുത്തശ്ശിയും അവളെ എന്തായാലും ഇവിടുന്ന് ഇറക്കി വിടും, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവരുടെ കുഞ്ഞിൻ്റെ അവകാശി ആരാണോ അവരുടെ അടുത്തേക്ക് അവർ പോവുമായിരിക്കും, അമ്മ പറയണത് സാഹറോ അനന്തോ ആരെങ്കിലും ആയിരിക്കും എന്നാണ് പറയണേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, മിക്കവാറും അയാളുടെ കൂട്ടുകാരനില്ലേ അനന്തു, അയാൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടാവില്ലല്ലോ, അയാളായിരിക്കും കുഞ്ഞിൻ്റെ അച്ഛൻ, ഇനിയിപ്പോൾ അയാളെങ്ങാനും അവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കാണുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല കരുണ, എന്തായാലും നീ ഇപ്പം തന്നെ വീട്ടിലോട്ട് വന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷമുള്ള ഒരു വാർത്ത കേൾക്കാനില്ല, എന്തായാലും ഞാൻ ഇപ്പം തന്നെ റെഡിയായി ഉണ്ണിയേട്ടൻ്റെ കൂടെ വരാമെന്ന്. അങ്ങനെ കരുണ റെഡിയാവാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ മോഹിനി ഉണ്ണിക്ക് വെള്ളമൊക്കെ ആയിട്ട് വരുന്നത്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞില്ലേ അമ്മയുടെ മോളെ കമലേശ്വരത്തു നിന്ന് പുറത്താക്കിയെന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ പറയണേ, ലക്ഷ്മി മോൾക്ക് എന്താ പറ്റിയ, എന്തിനാ പുറത്താക്കിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ അമ്മ മോളെ തന്നെ വിളിച്ച് ചോദിക്കുക, അപ്പോൾ വിവരങ്ങൾ അറിയാം, അവൾ ഒരമ്മയാവാൻ പോകുമെന്നോ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നോ, വീൽ ചെയറിലിരിക്കണ ആൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാവണേ, അപ്പോൾ ആ കുഞ്ഞ് കണ്ണേട്ടൻ്റെ അല്ലാന്നും പറഞ്ഞ് കണ്ണേട്ടൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് കേട്ടതും മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് എന്തൊക്കെയായി കേൾക്കണേ, ഇതിലൊന്നും ഒരു സത്യമില്ലല്ലോ, ഇനിയിപ്പോൾ കണ്ണനും ലക്ഷ്മി മോളും കൂടെ കൂടി അടുത്ത നാടകം കളിക്കണേ ആണോ എന്ന്.
അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം കരുണ പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്കിപ്പോൾ അഹങ്കാരത്തിനൊക്കെ ഇച്ചിരി കുറവ് കിട്ടിയല്ലോ, ഇനി അവളെ ഇങ്ങോട്ട് കയറ്റാനൊന്നും പറ്റൂല, ഞാൻ എന്തായാലും ഉണ്ണിയേട്ടൻ്റെ കൂടെ പോകാമെന്നും പറഞ്ഞ് കരുണ അവിടെ നിൽക്കുന്ന സമയത്ത് മോഹിനി വേഗം തന്നെ റൂമിൽ പോയിട്ട് ഫോണെടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയുടെ കോൾ കണ്ടതും ഫോണെടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ അനന്തുവേട്ടൻ്റെ വീട്ടിലാണ് അമ്മേ. അല്ല ഇവിടെ കരുണമോളും ഉണ്ണിയും മോളെ കണ്ണൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവർ സന്തോഷിച്ചോട്ടെ അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയാവാൻ പോണ വിവരം ഇവരറിഞ്ഞു. ഇനി അവർ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. ഇപ്പോൾ കണ്ണേട്ടൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവർ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ഞങ്ങൾ കണ്ണേട്ടൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ ഞാനും കണ്ണേട്ടനും കൂടി ഒരു ധാരണയിലെത്തിയിട്ട് ഞാൻ അനന്തു വീട്ടിൻ്റെ വീട്ടിൽ താമസിക്കണേ, അല്ലാതെ കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിച്ചതൊന്നുമല്ല. തൽക്കാലം അമ്മ ഇത് ആരോടും പറയണ്ട. ഉണ്ണിയും കരുണയും അതുപോലെ കരുണയുടെ അച്ഛനും മുത്തശ്ശി എല്ലാവരും കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിച്ചു എന്ന് തന്നെ കരുതിക്കോട്ടെ. അത് വേറൊന്നിനും അല്ല അമ്മേ, എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കുറച്ച് ചീത്തപ്പേര് കേട്ടു എന്ന് വിചാരിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അതെയോ മോളെ, ഞാൻ ആകെ പേടിച്ചു പോയി. എന്തായാലും ഞാൻ ഇന്ന് തന്നെ മോളെ കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ആ സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.